ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയത്തിലേക്ക്. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി നടപ്പാക്കാമായിരുന്നു. ഇന്നലെ അർദ്ധരാത്രി 12 മണി മുതൽ ഈ നോട്ടുകളൊക്കെ ലീഗൽ ടെൻഡറിലാണെന്ന് പ്രഖ്യാപിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്തിനാണ് ചെയ്യുന്നത്? ഒന്ന് കള്ളനോട്ട് പിടിക്കാൻ. ഡിസംബർ 31-നകം നിങ്ങളുടെ ഈ 500-1000 രൂപ നോട്ടുകൾ കൊണ്ടുവന്ന് അത് മാറിയെടുക്കണമെന്ന് പറഞ്ഞാൽ കള്ളനോട്ടെല്ലാം പോവില്ലേ? ഏതെങ്കിലും കള്ളനോട്ട് ബാങ്കിൽ ചെല്ലുമോ? രണ്ടാമത്തത്, കള്ളപ്പണം, അനധികൃതമായ പണം ഉണ്ടെങ്കിൽ പിടിക്കാൻ. നിങ്ങൾ അനധികൃതമായ പണം 1000 രൂപയിൽ 500 രൂപയിൽ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? റദ്ദാക്കി. പക്ഷേ 24-ാം തീയതി വരെയും അവർക്ക് കൊണ്ടുപോയി മേടിക്കാനുള്ള, മാറാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. ഞാൻ ഇത് 25-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 30-ാം തീയതി ഇത് റദ്ദാകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഫക്റ്റ് തന്നെയല്ലേ? 30-ാം തീയതി പറഞ്ഞതിനിടയിൽ ഈ കള്ളപ്പണക്കാരൻ ഈ നോട്ട് വേറെ ആരുടെങ്കിലും പേരിൽ കൊണ്ടുപോയി മാറ്റിയാലോ എന്നുള്ളത് ഇപ്പോഴും ചെയ്യാമല്ലോ. കള്ളപ്പണക്കാരൻ ഇപ്പോഴും ചെയ്യാമല്ലോ, വേറെ ആളുടെ പേരിൽ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഈ ഒരു അർദ്ധരാത്രി മുതൽ ഇതെല്ലാം യുദ്ധപ്രഖ്യാപനം നടത്തുന്ന പോലെ അർദ്ധരാത്രിയിൽ പറഞ്ഞേട്ടോ, ഹലോ പ്ലീസ്, അർദ്ധരാത്രി മുതൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ ഇന്ന് അർദ്ധരാത്രി മുതൽ 500 ഈ കടലാസ് വിലയില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ നാടകമാണ്. ഇതൊന്നും യാതൊരു സാങ്കത്യമില്ല, പ്രയോജനപരതയെ സംബന്ധിച്ച്. ഇനി ചെയ്തരുത്, ഇനി ഏത് മാർഗം രൂപീകരിച്ചാലും കള്ളപ്പണം ഉണ്ടാവില്ല. കേന്ദ്ര സർക്കാർ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് എന്താ? ഇതുവരെയും വോളണ്ടറി ഡിസ്ക്ലോഷറായിരുന്നു. എല്ലാവരോടും ഇത് അവസാനത്തെ ചാൻസാണ്, കടുത്ത ശിക്ഷയാണ്, നടപടി വരാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ കള്ളപ്പണമുള്ളവൻ ഏതെങ്കിലും രൂപത്തിൽ അത് ആസ്തിയായിട്ട് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ വെളുപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമല്ലേ ഇപ്പം ഈ ഇത്രയും നാള് വാണിംഗ് കൊടുത്തതിന് ശേഷം ഇപ്പം കൊണ്ടുവരുമ്പോൾ എന്താ അവർക്കെന്താ സർപ്രൈസ് ഉള്ളത്? വോളണ്ടറി ഡിസ്ക്ലോഷർ സ്കീമിൻ്റെ അവസാനമല്ലേ കൊണ്ടുവരുന്നത്. ഇനി കള്ളപ്പണത്തിൻ്റെ സിംഹഭാഗവും വിദേശത്താണ്. ആ വിദേശത്ത് നിന്ന് മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് വരുന്ന ഒരു പണത്തിൻ്റെ സ്രോതസ് പോലും അന്വേഷിക്കുന്നില്ല. അതാണ് മൗറീഷ്യസ് ഉള്ള കരാറ്. ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് വരുന്ന പണത്തിൻ്റെ, വിദേശ പണത്തിൻ്റെ 60% ഈ ആൾപ്പാർപ്പില്ലാത്ത രാജ്യത്തു നിന്നാണ്. എന്താ BJP കൊണ്ടുവന്ന മാറ്റം? ഷെയർ മാർക്കറ്റിൽ നമുക്ക്, അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ അവിടെ ഇടപെടണമെന്നുണ്ടെങ്കിൽ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആരാണ് നിങ്ങളെന്ന് പറയണം കൃത്യമായിട്ട്. ഇത് വേണ്ടെന്ന് വെച്ച് പാർട്ടിസിപ്പേറ്ററി നോട്ട് മതി. വിദേശയാണെങ്കിൽ ഇത് ആരുടെ പണമാണ്, എവിടെ നിന്നുള്ള പണമാണ് ഒന്നും അന്വേഷിക്കില്ല. അപ്പം കള്ളപ്പണം വിദേശത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുവഴി വെളുപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും വെച്ച് കൊടുത്തിട്ടാണ് ഇവിടെ കള്ളപ്പണം വേട്ട നടത്താനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇനി വിദേശത്ത് കൊണ്ടുപോയില്ലെങ്കിൽ ആരും നോട്ട് കെട്ടി ഇങ്ങനെ വെക്കുന്നവർ അപൂർവമാണ്. അത് ഭൂമിയിലോ സ്വർണത്തിലോ ഒക്കെയാണ് നിക്ഷേപിക്കുക. അതുകൊണ്ട് ഈ നടപടി കൊണ്ട് കള്ളപ്പണം ഉണ്ടാവില്ല എന്നാരും ധരിക്കണ്ട. ഇപ്പോൾ 1,16,000 കോടി രൂപ ബാങ്കിൽ നിന്ന് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ വെച്ചിരിക്കുക. അവിടെ പേര് പറയാൻ തയ്യാറുണ്ട്. ഇത് കൊടുക്കാനായിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ അതോറിറ്റി പറഞ്ഞിട്ട് അതിൻ്റെ അപ്പീലിന് പോയിരിക്കുക. ഇങ്ങനെയാണ് കള്ളപ്പണ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ ജനത്തിനുണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല.
4 ദിവസം തുടർച്ചയായിട്ട് സെക്കൻഡ് സാറ്റർഡേ സൺഡേ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അടഞ്ഞെടുക്കുകയല്ലേ? നിങ്ങളുടെ നോട്ട് 500 1000 മാറ്റാനും പറ്റില്ല. ഏതാനും സ്ഥാപനങ്ങളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ എടുക്കാം. പിന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ കത്തിൽ പറയുന്നത് ഇവിടെ ശ്മശാനത്തിൽ അവർക്ക് സ്വീകരിക്കാം, പിന്നെ മിൽക്ക് ബൂത്തുകൾ സ്വീകരിക്കാം, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൂപ്പർ മാർക്കറ്റുകൾ സ്വീകരിക്കാം. ഇങ്ങനെ ഏതാനും സ്ഥലത്ത് സ്വീകരിക്കാം, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ഈ ആശുപത്രി ഇതൊക്കെ ഇന്ന് എത്ര ഫോണാണ് വന്നതെന്നറിയാം. ഇവിടെ ഞങ്ങൾക്ക് ചികിത്സ തരുന്നില്ല, രൂപ കൊടുക്കണമെന്ന് നിർബന്ധിക്കുന്നു, 500 രൂപ നോട്ട് സ്വീകരിക്കുന്നില്ല. എത്ര സ്ഥലത്തുനിന്ന് വിളിക്കുന്നു. പക്ഷെ നിയമസഭയിലായതുകൊണ്ട് മുഴുവൻ ഫോണും കിട്ടുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ഫോണുകൾ ഇങ്ങനത്തുള്ള ഫോണുകളാണ്. സൂപ്പർ മാർക്കറ്റിൽ എടുക്കും എന്നിപ്പോഴാണ് കത്ത് വന്നിരിക്കുന്നത്. ടി വി കണ്ടെന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പല സൂപ്പർ മാർക്കറ്റിലും ബഹളമായിരുന്നു. ഇതിങ്ങനെ നടപടികൾ എടുക്കുമ്പോൾ ജനങ്ങൾക്ക് സംഭവിക്കുന്നുള്ള ചിന്ത വേണ്ടത്. ശരി, ഇനി തിങ്കളാഴ്ച മുതൽ മാറിക്കിട്ടും. ഐഡന്റിറ്റി കാർഡ് കാണിച്ച് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിന്ന് മാറിക്കിട്ടും. എത്ര? ഒരു ദിവസം 4000 രൂപ, അത്രേ ഉള്ളൂ. 4000 രൂപ വെച്ച് 100 രൂപ നോട്ടിൻ്റെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പണം ഡെപ്പോസിറ്റ് ചെയ്യാം. അതിൻ്റെ പരിശോധന പിന്നീട് നടക്കും, കള്ളനോട്ടാണോ എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ATM നിന്ന് നിങ്ങൾക്ക് ഒരു ദിവസം 2000 രൂപ, ആഴ്ചയിൽ ഏറിയ 4000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഇരിക്കണം. അവിടെ നിന്ന് ഒരു ദിവസം ഏറിയ 4000, ആഴ്ചയിൽ 20000, തീർന്നു. ഈ മനുഷ്യനെങ്ങനെ ജീവിക്കാന്ന്? നിങ്ങൾക്ക് പണം ചെലവാക്കാൻ ഒറ്റ മാർഗമുള്ളൂ. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സംവിധാനം എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് മേടിക്കാം. വേറെ സാധാരണക്കാരന് വഴിക്കാൻ എത്ര പേർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഉള്ളത്? വീട്ടിലൊരാവശ്യമുണ്ട്, കല്യാണമുണ്ട്, എങ്ങനെ ചെയ്യാം പറ? ഇത് 24-ാം തീയതി കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുമെന്ന് ഇങ്ങനെ നിയന്ത്രണം. ആഴ്ചയിൽ നമ്മുടെ സ്വന്തം കാശ് കിടക്കുന്ന 20,000 എടുക്കാൻ പറ്റുമോ, അതിൽ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഡിസംബർ 30-ാം തീയതി വരെ. ഇതിൽ പ്രതിഷേധിക്കുന്നതിനാണ് കള്ളപ്പണക്കാരെ സഹായിക്കാനാണ് കേരളം നിൽക്കുന്നത്. കേരളത്തെ അപമാനിച്ചിരിക്കുക ഈ BJP. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷമാണ് ഈ പ്രശ്നം ഉന്നയിച്ചത്. സ്പീക്കറോടൊപ്പം സഭ മുഴുവൻ കേരളത്തിൽ അപമാനിച്ചതിനെതിരെ പ്രതിഷേധിച്ചിരിക്കുക. പ്രശ്നങ്ങൾ ഉന്നയിച്ചാലും മറുപടി പറയണം. അപ്പൊ സാധാരണക്കാരന് ഇത്രയേറെ ബുദ്ധിമുട്ട്, സർക്കാരിനോ ഈ ട്രഷറിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടും പറയാൻ അവിടെ ആളില്ല. തിങ്കളാഴ്ച പറയാന്നുള്ളതാണ്. നിങ്ങൾക്ക് ശമ്പളം നിങ്ങൾ മേടിച്ചില്ല, ഇപ്പൊ ട്രഷറി ചെല്ലുന്നു, ഒരു ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 4000 രൂപയുടെ പരിധി ഇരിക്കുകയല്ലേ? ബാങ്ക് ഓണർ ചെയ്യോ? ബാങ്കിൽ പറഞ്ഞുകൂടാ. ട്രഷറിയിൽ നിന്ന് ഈ 2000, 4000, 10000 ലിമിറ്റ് വെച്ച് പണം കൊടുത്ത് നിങ്ങൾക്ക് കാര്യം നടത്താൻ പറ്റുമെന്ന്? എന്താ ട്രഷറി ചെയ്യേണ്ടത്? ആർക്കും അറിയത്തില്ല. ഇപ്പോ ലോട്ടറി എല്ലാം മാറ്റിവെച്ചു. കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ പാവങ്ങളുടെ വയറ്റിത്തടിക്കും. 500 1000 രൂപയില്ല, എങ്ങനെയെങ്കിലും 100 നോട്ടൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് വിൽക്കാൻ പറ്റിയില്ലെങ്കിലോ? KSFE കളക്ഷൻ ഏജൻസ് ഉണ്ട്. അവർ ശേഖരിച്ചു വരുന്ന പണം
KSFE വാങ്ങാമോ? ലീഗൽ ടെൻഡർ അല്ലാത്ത പണം ഏതെങ്കിലും സർക്കാർ ആഫീസിനോട് വാങ്ങാൻ പറയാമോ? വാങ്ങാതെ വാങ്ങൂലെന്നാ പറഞ്ഞോളൂ. എന്തെങ്കിലും ഈ സർക്കാരിനോട് പറയേണ്ടത് അതിന് ഉത്തരവാദിത്വമില്ല കേന്ദ്ര സർക്കാരിന്. തനി ഒരു അരാജകത്വം ചോദിച്ചാൽ പറയാൻ ആളുകൾ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ പറയാം, ചെയ്യേണ്ട കാര്യം പാടില്ലാത്ത വിധത്തിൽ ചെയ്യും. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതം എന്താ? ഒന്ന്, പണം ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുക, ക്വാണ്ടിറ്റി ഓഫ് മണി ചുരുങ്ങി ഈ കള്ളപ്പണമൊക്കെ പോകുന്നത്. അതിൻ്റെ വെലോസിറ്റി ആണെങ്കിലോ, ഇനി പണം എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്നുള്ളത് നോക്കണമല്ലോ. അത് ബാങ്കിൽ നിന്ന് നമ്മളിപ്പോൾ 4000 10,000 പരിധി വെച്ചല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ എക്കണോമിക്സിലെ പ്രാഥമിക സാമ്പത്തിക ശാസ്ത്രമാണ് MV, മണി അതിൻ്റെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട്. ഇത് കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കുറയും. ഇവിടത്തെ സാമ്പത്തിക മാന്ദ്യത്തെ രൂക്ഷമാക്കാൻ പോയാണ്. ഒരു ദിവസം 2 ദിവസമല്ല. ആരെങ്കിലും വിചാരിക്കുന്നത് 2 ദിവസം കൊണ്ട് നേരെ വെച്ചാൽ 2 ദിവസം കൊണ്ട് നേരെയാവില്ലെന്ന് റിസർവ് ബാങ്കിൻ്റെ ഗൈഡ് ലൈൻസ് പറഞ്ഞിരിക്കുക. പ്രധാനമന്ത്രിയുടെ പ്രസംഗം വായിച്ചാൽ അതിൻ്റെ കാര്യം വ്യക്തമാണ്. ഈ നോട്ടടിച്ചു തീർന്നിട്ടില്ല, അതുകൊണ്ട് പകരം കൊടുക്കാനില്ല. ഇത് അച്ചടിച്ച് വരണേ, അതുകൊണ്ടാണ് ഈ നീട്ടി കൊടുക്കുന്നത്, റിവ്യൂ ചെയ്ത് കൊടുക്കുന്നത് പറയും. ഇതെന്തിനിതൊക്കെ? വിവിധ സേനകളുടെ ഫോഴ്സസുമായിട്ട് ചർച്ച നടത്താൻ എന്തു ഭയങ്കര സംഭവം ഇന്ത്യ നടക്കാൻ പോകണമെന്ന് അത് ഫേസ്ബുക്കിലിടാം. എന്നിട്ട് വൈകുന്നേരം ഈ നാടകീയമായ പ്രഖ്യാപനങ്ങൾ നടത്താം. ഇത്തരത്തിലുള്ള ചപ്പടാച്ചികളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ദേശാഭിമാനത്തിൻ്റെ പേരിൽ ആരും ഇതൊന്നും ചോദിക്കാൻ പാടില്ല, പറയാനും പാടില്ല എന്നുള്ള നാട്ടിൽ. അപ്പോൾ കേരള നിയമസഭ ഇക്കാര്യത്തിൽ വളരെ ഒറ്റക്കെട്ടാണ്. ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയന്തരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കണം. ഒരു കാരണവശാലും ഡിസംബർ 30 വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. യെസ്, സ്റ്റേറ്റിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനത് ഒരു ആരോപണമായിട്ട് വെക്കുന്നത് ഒരു വസ്തുതയാണ്. സാധാരണഗതിയിൽ മാസം കേന്ദ്രത്തിൽ നിന്ന് ഫിനാൻസ് കമ്മീഷൻ്റെ തീർപ്പ് പോകാനുള്ള ഒരു പണം കിട്ടും. അത് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. ആ മാസത്തെ അല്ലെങ്കിൽ അക്കാലത്തെ നികുതി പിരിവ് എത്രയെന്ന് കണ്ടിട്ടല്ലേ എൻ്റെ 42% സംസ്ഥാനത്തിന് വീതം വെക്കാൻ. എന്നാലൊരു ഊഹം വെച്ച് ഒരേ തുക എല്ലാ മാസവും തന്നുകൊണ്ടിരിക്കും. വർഷാവസാനം എത്തുമ്പോൾ 12-ാം മാസം എത്തുമ്പോഴാണ് മൊത്തം കണക്കെടുത്തിട്ട് ഇനി വല്ല കുറവുണ്ടെങ്കിൽ കുറക്കും, കൂട്ടുണ്ടെങ്കിൽ കൂട്ടും. ഇത് നമുക്കറിയാവുന്നതുകൊണ്ട് അതനുസരിച്ചാണ് വെയ്സ് ആൻഡ് മീൻസ് ചെയ്തു പോകുന്നത്. ഒന്നും പറയാതെ, ഒരു ചർച്ച പോലും ഇല്ലാതെ ഒരു പ്രഖ്യാപനമാണ്. ഇനിമേലെങ്ങനെ വർഷാവസാനമല്ല, 3-ാം മാസം കൂടുമ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് തരും. അപ്പോൾ ഇതുവരെ തീരുമാനിക്കാത്തതുകൊണ്ട് പണം വന്നിട്ടില്ല. ഇപ്പോൾ ഈ മാസം ഈ ക്വാർട്ടറിൻ്റെ അവസാനം എന്ന് പറഞ്ഞ് 453 കോടി രൂപ സാധാരണഗതിയിൽ മുൻ ക്വാർട്ടറിൽ കിട്ടിയതിനേക്കാൾ കുറവ് തന്നിരിക്കും. ഇതിന് പുറമെ കേരളത്തിന് ബേസ് ആൻഡ് മീൻസ് ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉണ്ട്, റവന്യൂ കമ്മി നിർത്താനുള്ള ഗ്രാൻഡ്, അത് 296. 721 കോടി രൂപ നിലച്ചിരിക്കാതെ സംസ്ഥാനത്തിന് കുറഞ്ഞിരിക്കുക. കേന്ദ്രത്തിന് ഇങ്ങനെ കുറഞ്ഞാൽ പ്രശ്നമില്ല, കടം മേടിക്കുക. സംസ്ഥാനത്തിന് ഓരോ ക്വാർട്ടറിൽ എത്ര മേടിക്കാമെന്ന് കേന്ദ്രം നിശ്ചയിച്ചു വെച്ചിരിക്കുക. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നടന്നുകൊണ്ട് നാടകമോ ഈ മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ഈ മാസം 1026 കോടി രൂപ ഇവിടെ നിന്ന് 10-ാം തീയതി ആകുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും എന്ന് വെച്ചിട്ടാണ് നമ്മൾ ബേസ് ആൻഡ് മീൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ
ഇനി മുതൽ ഞങ്ങൾ ക്വാർട്ടർ വീതമാണ് എന്ന് പറഞ്ഞ് കുറച്ചിരിക്കുക. ഇവിടം പോലെ തുടങ്ങുന്നു. സെക്കൻഡറി ട്രഷറി ഓപ്പറേഷൻ എങ്ങനെയാണ്? കാരണം ട്രഷറി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. നേരത്തെ ഇപ്പോൾ ഏത് ഇടപാടുണ്ടെങ്കിലും ബാങ്കിലേക്ക് ചെക്ക് കൊടുക്കും, ബാങ്കിൽ നിന്ന് പണം ട്രഷറിയിലേക്ക് എടുത്തിട്ടാണ് വിതരണം ചെയ്യുക. പണ്ടത്തെ പോലെയല്ല. ഈ ബാങ്കിൻ്റെ നിലപാട് ഇതാണെങ്കിൽ ട്രഷറിയുടെ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യേണ്ടത്? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പണം അക്സെപ്റ്റ് ചെയ്യാമോ? KSF ചെയ്യാമോ? അതോ ഇവരൊക്കെ പറയുന്ന മാതൃക തന്നെ തുടരണോ ബാങ്കുകൾ? അറിഞ്ഞൂടുന്നു. ഇല്ല, ക്യാഷ് റെമിറ്റൻസ് സപ്പോസ് ഈ 20-ാം തീയതി വരെ എങ്ങനെ തുടരുന്നെങ്കിൽ കേരളത്തിലെ മെയിൻ സീസണല്ലേ ഈസ്റ്റർ എന്ന് പറയുന്നത്. അന്ന് വിൽപ്പനയൊക്കെ ഗണ്യമായി കുറയുന്നുള്ള തീർച്ചയല്ലേ. ഇപ്പം ഇന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും വ്യാപാരം നടക്കുമോ? നാളെ നടക്കുമോ? മറ്റന്നാൾ നടക്കുമോ? അത് കഴിയുമ്പോൾ ഈ ബാങ്കിൽ നിന്ന് പിൻവലിക്കാവുന്ന തോതനുസരിച്ചല്ലേ കച്ചവടം നടത്താൻ പറ്റുള്ളൂ. സോ നികുതി വരുമാനം കുറയും, സംശയം എന്ത്, വ്യാപാരം കുറയും. നമ്മുടെ സാമ്പത്തിക വളർച്ചയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് അതോടെയാണ്. എന്തോ എനിക്ക് ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ടിപ്പം നമ്മൾ എയർ ഓൺ ദ സൈഡ് ഓഫ് കോഷൻ. തെറ്റ് പറ്റിയാലും നമ്മൾ മിതത്വത്തിൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റുക, അതുകൊണ്ട് മേടിക്കുന്നില്ലെന്ന് ഞാൻ കേട്ടത്. ഇതെന്താ ചെയ്യണേ? ലീഗൽ ടെൻഡർ അല്ലാത്ത പണം സ്വീകരിക്കാൻ പറ്റും? പറ്റത്തില്ലല്ലോ. ദാറ്റ്സ് ഔട്ട്. ഇപ്പൊ ഇത് ബാങ്കിന് പറഞ്ഞതൊക്കെ അവിടെയും ബാധകമാണോ? ആർക്കും പറയണ്ടേ ഏതെങ്കിലും ഒന്ന്? ഇല്ലീഗലായിട്ട് മാറണേ കേന്ദ്ര സർക്കാർ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് പ്രാക്ടീസ് നോട്ട് മതി, മൊറീഷ്യസ് വഴി വന്നേച്ചാൽ മതി, അതൊക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ട് ഇതൊക്കെ സ്മോൾ ഫ്രൈസ് ചെയ്യാം. അപ്പം എന്നിട്ട് ഈ BJP നേതാവ് കേരളം ഹവാലയുടെ കേന്ദ്രമാണ്. എവിടെ ഹവാലയുടെ കേന്ദ്രമാണ്? ഏതിൻ്റെ കോമ്പൗണ്ടിങ്ങാ? സ്വർണം? അതെ, ഈ കോമ്പൗണ്ടിങ് വന്നതിന് ശേഷം 21 കോടിയിൽ നിന്ന് നികുതി 600 കോടി. ഇപ്പോഴത്തെ ഈ സാഹചര്യം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്തിന് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, എന്നാൽ പണം ഫ്രീസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഒരു കോൾനെസ് അങ്ങ് ഡെവലപ്പ് ചെയ്തിരിക്കാം കമ്പോളത്തിൽ. ഇപ്പോൾ ട്രംപിൻ്റെ വിജയം അമേരിക്കൻ സാമൂഹ്യ വ്യവസ്ഥ എത്രമാത്രം ദുഷിക്കുകയോ തമ്പതിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. സ്ത്രീലമ്പടൻ, വായാടി ഒക്കെ ആയിട്ടുള്ളത് മുൻ അമേരിക്കൻ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ്മാർ തന്നെ ഡിസോൺ ചെയ്യുന്ന ഒരാൾ ഏറ്റവും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്നു. മുൻ ജനറൽമാർക്ക് ഇദ്ദേഹത്തിന് ന്യൂക്ലിയർ താക്കോല് സുരക്ഷിതമാണെന്ന് ശങ്കിക്കുന്നത് അദ്ദേഹം ജയിച്ചു വന്നിരിക്കുകയാണ്. ഇത് കാണിക്കുന്നത് ഈ ആഗോളവൽക്കരണ നയങ്ങളിൽ ഉള്ള ജനങ്ങളുടെ നിസ്സഹായാവസ്ഥ, അവർ ഏത് ബദലിനെയും സ്വീകരിക്കാൻ തയ്യാറാവുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത്. കാരണം ഈ ആഗോളവൽക്കരണ നയങ്ങളിലെ തീവ്ര വലതുപക്ഷത്ത് നിന്ന് തള്ളിപ്പറയാണ് ചെയ്തിട്ടുള്ളത്.
ഫ്രീ ട്രേഡ് ഇനി വേണ്ട. ഫ്രീ ട്രേഡിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ കമ്പോളമൊക്കെ തുറന്നതിന് ശേഷം ഇനിയിപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞു വെക്കുക. മൂലധനത്തിന് എങ്ങോട്ടും കയറ്റുമതി ചെയ്യാൻ വന്നാൽ അങ്ങോട്ടൊരാൾ മനുഷ്യൻ കയറാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിലപാടുകൾ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നു. അത് നമുക്ക് ബ്രിട്ടൻ്റെ എക്സിറ്റിൽ കാണാം, ബെൽജിയത്തെ ഹലോവിനിൽ കാണാം. അപ്പോൾ ഇതൊരു വളരെ ഈ ആഗോളവൽക്കരണ ഒരു പുതിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക് കിടക്കാൻ പോയി. യെസ്, ഗവൺമെന്റ് എന്ത് ചെയ്യാൻ? ഗവൺമെന്റ് ലീഗൽ ടെൻഡർ അല്ലാത്ത പണം മേടിക്കാൻ പറ്റുമോ? ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉള്ളവർ, നിങ്ങളുടെ ഒരു വീട്ടിൽ ഇപ്പം 500 രൂപയുടെ നോട്ടൊക്കെ കിട്ടുമല്ലോ എന്ന് നമ്മുടെ പെൻഷൻ കൊടുത്ത് പോരാറ് 500 കുറഞ്ഞതിൽ കൊടുക്കാറുണ്ടോ? ഇല്ല, നോട്ടൊന്നും കൊടുത്തിട്ടുള്ളൂ. 100 നോട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അവിടെ പലകടടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് ഇത് ചെയ്ത് ഇവർ ഏത് ബാങ്കിൽ പോയി അക്കൗണ്ട് തുറക്കണം? എവിടെ പോകണം? മനുഷ്യനെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിനു വേണ്ടി സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്നിപ്പോൾ അതിന് സമാനമാണ്. കാര്യങ്ങളൊക്കെ നിശ്ചലാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതെ, മുന്നൊരുക്കുണ്ടെങ്കിൽ ശ്മശാനത്തിനും കൂടി എടുക്കാം. റെയിൽവേയിൽ മാത്രമല്ല, ഇപ്പം വീണ്ടും വേറെ എന്തേ കത്ത് റോഡ് ട്രാൻസ്പോർട്ട് കൊണ്ട് കയറ്റാൻ പൈസ മേടിക്കാം എന്നൊക്കെ പറയേണ്ടി വരും. കള്ളപ്പണക്കാർക്കാ? നമ്മുടെ മോഡി തന്നെയല്ലേ വോളണ്ടറി ഡിസ്പോസൽ വെച്ചിട്ട് ഇതുവരെ സാവകാശം കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അവർക്ക് 30 തീയതി വരെ സമയം കൊടുത്താൽ ഇത് തന്നെ ഫലം. അവർക്ക് 30 തീയതി വരെയുള്ള കള്ളപ്പണം മാറ്റി കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. അവർ 100 പേരെ കണ്ടുപിടിച്ച് 100 പേർക്ക് 1 ലക്ഷം രൂപ വെച്ചൊരു LP ഉണ്ടാക്കിയിട്ട് ബാങ്കിൽ കൊടുത്ത് മാറാമല്ലോ. അത് ചെയ്യുന്നല്ലേ പറഞ്ഞു. അതിപ്പോഴും ചെയ്യാമെന്ന്. നിങ്ങൾ അർദ്ധരാത്രി ഒരു നിമിഷം ഇത് റദ്ദാക്കിയുണ്ടെന്നും ഒരു കാര്യമില്ല. സമയം കൊടുത്ത് ചെയ്താലും ഒരുപോലെ തന്നെ. എന്നാൽ ചെയ്യണവർ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് വാ. അതും ഏതായാലും നവംബർ പോക്കാ. ഡിസംബർ 30 വരെ നീളമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഒന്നുമില്ല. കാശ് കൊടുക്കാൻ പറ്റത്തില്ല. അത് ചെയ്യാം. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, അവർ മേടിച്ചാൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി വാങ്ങണം. അത് ചെയ്യാം. പക്ഷേ വേറൊരുപാട് പണം ട്രഷറി വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാങ്കിങ് റെസ്ട്രിക്ഷൻസ് വരുമോ ഇല്ലയോ? ബാങ്ക് എല്ലാം അടച്ചിടൊക്കെ ഇന്ന്. ഏതായാലും ഡൽഹിയിലെ നോഡൽ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച 2 ദിവസം കഴിഞ്ഞിട്ട് പറയാനാണ് ട്രഷറി എന്ത് ചെയ്യുന്നത്. വെൽ, ഇന്ന് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. വി ഹാവ് ബീൻ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ഇതെന്ത് ചെയ്യണം. ആർക്കും ഉത്തരം പറയാനൊന്നും ഇല്ല അവിടെ. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ധനമന്ത്രി ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായിരിക്കുന്ന ഈ ഒരു തീരുമാനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനാകുന്ന വിധത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ അദ്ദേഹം ഈ വിഷയത്തിൽ നിയമസഭയിൽ പ്രസ്താവന നടത്തുകയും ചെയ്തു. മന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്.